ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു തനി നാടൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചക്ക കൂഞ്ഞ് തോരൻ. ഇതിന് പല സ്ഥലത്തും പല പേരാണ്. പൂഞ്ഞിലെന്ന് പറയുന്ന സ്ഥലത്തെ കുറച്ച് ആൾക്കാർ പൂഞ്ഞിലെന്നും പറയാറുണ്ട്. ഞങ്ങൾ കൂഞ്ഞെന്നാണ് പറയുന്നത്. ഇതിന് ഇറച്ചിക്കൂഞ്ഞ് തോരനെന്നും പറയാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെറിയ സ്ക്വയർ ഷേപ്പിൽ ഈ കൂഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട്. 4-5 വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുവിധം ഒന്ന് മൂപ്പായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിൽ ഞാൻ 100 ഗ്രാം കൊച്ചുള്ളി ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി. ചെറിയ 2 സവാള എടുക്കണം. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പക്ഷേ കൊച്ചുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ആ കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ചക്ക സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്ത് മിക്ക വീടുകളിലും ഈ ഒരു തോരൻ വെക്കാറുണ്ട്. ഇത് ഒരു ഇറച്ചി റോസ്റ്റൊക്കെ ഉണ്ടാക്കിയ രീതിയിലിരിക്കും. ഇനി നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതും വട്ടത്തിൽ അരിഞ്ഞതാണ്. പിന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച കൂഞ്ഞും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. ഇനി അതിനകത്ത് അല്പം കായം ഇട്ട് കൊടുക്കും. കായപ്പൊടിയാണെങ്കിൽ പിന്നീട് മസാലപ്പൊടി ഇടുന്ന സമയത്ത് ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെറും ഒരു നാടൻ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അല്പം കൂട്ടി വെച്ച് കുറച്ച് വെള്ളവും കൂടെ അത് വറ്റാനുണ്ട്. അത് വെള്ളം വറ്റി അത് നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കുക. നിരവധി വിഭവങ്ങൾ, നാടൻ വിഭവങ്ങളൊക്കെ എൻ്റെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ കണ്ടൊന്ന് ട്രൈ ചെയ്യണേ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. അങ്ങനെ നമ്മുടെ കൂഞ്ഞ് തോരന് ഇവിടെ റെഡിയായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.